അളിയൻ കാര്യമൊന്നും അറിഞ്ഞില്ലേ? ഇല്ല. എന്നാൽ ഇനി ഞാനത് പറയാം. സമൂഹ മാധ്യമങ്ങളിലൂടെയുള്ള അപകീർത്തി പ്രചാരണത്തിൽ കോഴിക്കോട് ഗോവിന്ദപുരം സ്വദേശി യു ദീപക് ജീവനൊടുക്കിയ സംഭവത്തിൽ പ്രതി ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല. അവിടെ ആർക്കും വായുഗുളിയൊന്നും വാങ്ങിക്കണ്ടല്ലോ. എന്നാ പോണ്ട. കോഴിക്കോട് കുന്നമംഗലം ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയാണ് ജാമ്യം തള്ളിയത്. ഒരു കുഴപ്പമില്ല, സന്തോഷമുള്ള മക്കളെ, സന്തോഷായി. ഈ ദീപകിന്റെ കേസുമായി ബന്ധപ്പെട്ട ഇന്നിപ്പോൾ ഷിംജിതയുടെ ജാമ്യ ഹർജിയിന്മേലുള്ള വിധി മാത്രമാണ് പുറപ്പെടുവിക്കാനുണ്ടായിരുന്നത്. ഒറ്റ വാക്കിൽ കോടതി ഈ പ്രതിക്ക് ഇപ്പോൾ ജാമ്യമില്ല എന്നുള്ള കാര്യം പറയുകയായിരുന്നു. പോലീസ് കോടതിയിൽ കൃത്യമായി അറിയിച്ചിരുന്നത് ഈ യുവതിക്ക് ജാമ്യം നൽകാൻ പാടില്ല. ജാമ്യം നൽകിയാൽ സാക്ഷികളെ പ്രതി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ളൊരു റിപ്പോർട്ട് കോടതിയിലെ പോലീസ് നൽകിയിരുന്നു. ഇത് പരിഗണിച്ചുകൊണ്ടാണ് നിലവിലത്തെ സാഹചര്യത്തിൽ ഇപ്പോൾ ജാമ്യം നിഷേധിച്ചിരിക്കുന്നത്. ഞാൻ നന്നായി തന്നെ കേസ് വാദിച്ചത്, പക്ഷെ തന്നെ രക്ഷപ്പെടുത്താൻ എന്നെ കൊണ്ടാവില്ല. കഴിഞ്ഞ ദിവസം ഈ കേസുമായി ബന്ധപ്പെട്ടുണ്ടായ വളരെ പ്രധാനപ്പെട്ട ഒരു നീക്കം എന്ന് പറയുന്നത് ഈ ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു പെൺകുട്ടി കൂടി പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ആ മൊഴി കൂടി പരിഗണിക്കും. ഇതിനോടൊപ്പം തന്നെ ബസ് ജീവനക്കാരുടെ മൊഴിയൊക്കെ വളരെ വിശദമായി പോലീസ് രേഖപ്പെടുത്തിയിരുന്നതാണ്. നിനക്ക് അഹങ്കാരം വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ള ഒരു അന്വേഷണമാണ് പോലീസ് ഇപ്പോൾ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. 10 വർഷം വരെ ജയിൽ ശിക്ഷ ലഭിക്കാവുന്ന വകുപ്പുകളാണ് പ്രതിക്കെതിരെ ചുമത്തിയിട്ടുള്ളത്. ജാമ്യമില്ലാ വകുപ്പാണ്. ഈശ്വര, ഇനി എന്ത് ചെയ്യും? ആലോചിച്ചിട്ട് ഒരു എത്തും പിടിയും കിട്ടുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്നിപ്പോൾ പ്രതിക്ക് ജാമ്യമില്ലാതെ അന്വേഷണ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഇനി ഒരു കസ്റ്റഡി അപേക്ഷ ഒക്കെ നൽകി കസ്റ്റഡിയിലേക്ക് പ്രതിയെ വാങ്ങി വിശദമായ ചോദ്യം ചെയ്യലേക്ക് അടക്കം കടക്കാൻ അവർക്ക് സൗകര്യപ്രദമായിരിക്കും. മരിപ്പിനുള്ള വടയും ചായ ഞാൻ തരുന്നുണ്ട്, ഇപ്പോഴല്ല പിന്നെ. ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത, ഷിംജിത മുസ്തഫയ്ക്ക് ജാമ്യമില്ല എന്നുള്ളതാണ്. അവർ ഒരുപക്ഷെ പുറത്തിറങ്ങിയാൽ സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ആ ബസ്സിലുണ്ടായിരുന്ന ആളുകൾ, ആ ബസ്സിലുണ്ടായിരുന്ന ജീവനക്കാർ, അങ്ങനെ ആളുകളെ സ്വാധീനിക്കാനുള്ള, സാക്ഷികളെ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് പോലീസ് വിലയിരുത്തും. ഈ പശ്ചാത്തലത്തിലാണ് പ്രതിക്ക് ജാമ്യം നൽകരുത് എന്ന് കോടതിയെ പോലീസ് റിപ്പോർട്ടായി അറിയിച്ചിരുന്നത്. അതോടൊപ്പം തന്നെ ഈ കേസിൽ നമുക്കറിയാം വളരെ പ്രധാനപ്പെട്ട സാക്ഷി എന്ന് പറയുന്നത് ബസ്സിലുണ്ടായിരുന്ന മറ്റൊരു യുവതിയുണ്ട്. അതായത് ആ യുവതിയോടാണ് ആദ്യം ദീപക് അധിക്ഷേപം കാണിച്ചത് എന്നായിരുന്നു ഈ പെൺകുട്ടി തന്റെ വീഡിയോയിൽ വിശദീകരിച്ചിരുന്നത്. അതല്ല ഉദ്ദേശം, അവർ ഈ കേസിൽ വളരെ പ്രധാനപ്പെട്ട സാക്ഷിയാണ്. അവരെ അടക്കം ഒരുപക്ഷെ ഈ പ്രതി സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് കോടതി ഇപ്പോൾ ജാമ്യം തള്ളുന്ന സാഹചര്യം ഉണ്ടായിട്ടുള്ളത്. തുറന്നു പറയുകയാണെങ്കിൽ നാട്ടുകാർക്കെല്ലാം നിങ്ങളെപ്പറ്റി വളരെ മോശം അഭിപ്രായമാണ്. അതിനെനിക്ക് നിങ്ങളോട് സഹതാപമുണ്ട്. എന്തായാലും ഉടനെ തന്നെ ഈ പ്രതിയെ കസ്റ്റഡിയിൽ ആവശ്യപ്പെട്ടുകൊണ്ടുള്ള കസ്റ്റഡി അപേക്ഷ മെഡിക്കൽ കോളേജ് പോലീസ് കോടതിയിൽ സമർപ്പിക്കും. അതിനുശേഷം കസ്റ്റഡി ലഭിച്ച ശേഷം അതീവ രഹസ്യമായിട്ടായിരിക്കും തുടർ നടപടികൾ. കഴുത്ത് വരെ പെരുമ്പാമ്പ് വിഴുങ്ങി അവന്റെ തലയില് ഹാന ചവിട്ടിന്ന് പറഞ്ഞ പോലെ. നീ നിന്റെ തലയാണ് ഉദ്ദേശിച്ചത്. ഞങ്ങൾ അങ്ങ് ഇറങ്ങട്ടെ. ആയിക്കോട്ടെ, സന്തോഷായി.